എനിക്കൊരിക്കലും മനസ്സിലാകാത്തൊരു കാര്യം, ഇങ്ങനെയുള്ളവർ ആളുകളെ പറ്റിച്ചും വെട്ടിച്ചും ഈ തട്ടിപ്പിലൂടെ കാശുണ്ടാക്കി കഴിക്കുമ്പോഴത്തേന് ഇവർക്കൊരു മനസാക്ഷി കുത്തുണ്ടാകുന്നില്ല എന്നാണ്. ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കേരളത്തെ പറ്റിയുള്ള ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുള്ളിയുടെ ഈ ഒരു പ്രവചനം വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ളവർ ഈ ഒരു സാധനം കണ്ടു കഴിയുമ്പോൾ പറയും, അയ്യോ ദൈവം എന്നെ രക്ഷിച്ചതെന്ന് പറയും. ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നത്. കുറേ ആൾക്കാർ വന്നിട്ട് ആമീൻ അങ്ങനെയൊന്നും നടക്കാതെ പോട്ടോ, അയ്യോ ദൈവം രക്ഷിക്കട്ടെ. ചിലർ വന്നിട്ട് ആ മനുഷ്യൻ്റെ നീതികേട് നിമിത്തമാണ്. ഇത്രയും വിവരമില്ലാത്ത മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് പലരും പല പ്രഡിക്ഷൻസും നടത്താറുണ്ട്. റീസെൻ്റ്ലി ജപ്പാനിൽ നമ്മളൊരു പ്രഡിക്ഷൻ കണ്ടതാണ്. അവരുടെ എക്കണോമിയെ വലിയ രീതിയിൽ ആ ഒരു പ്രഡിക്ഷൻ ബാധിച്ചു, പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ ഈ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ചിലവുടേത് ശരിയാകാൻ ചിലവുടേത് ശരിയാകത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രഡിക്ഷൻ കണ്ടതാണ്, അത് ഞാൻ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാം. ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കേരളത്തെ പറ്റിയുള്ള ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം. അതാണ് സ്പിരിറ്റ്. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, കുറ്റം പറയേണ്ടവർക്ക് കുറ്റം പറയാം. കേരളത്തിൽ ഒരു മഹാദുരന്തം സംഭവിക്കാൻ പോകുന്നു. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ചരിത്രരേഖ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു ദുരന്തമായിരിക്കും അത്. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924 വെള്ളപ്പൊക്കം വിതച്ച നാശത്തേക്കാൾ മഹാനാശം വിതയ്ക്കുന്ന ഒരു ദുരന്തമായിരിക്കും അത്. കരയേത് കടലേത് എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു കഷണം അപ്പത്തിന് വേണ്ടി അടിയുണ്ടാക്കും. തങ്ങളെ ഉറ്റവരെ പലരെയും ഒരിക്കൽ പോലും കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകും. തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും കാണാതെ അലമുറയിട്ടുകൊണ്ട് ആളുകൾ സഞ്ചരിക്കും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവസഭയിൽ നിന്നും ദൈവദാസന്മാരുടെ ഇടയിൽ നിന്ന് പോലും മൂന്നിലൊന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നത് പോലെ ഒരു വലിയ കൂട്ടം നമുക്ക് നഷ്ടമാകും. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണ നിമിത്തം സോദോമിലുണ്ടായ നാശത്തിൽ നിന്നും ദൈവം തന്റെ ലോത്തിനെ ദൂതനെ അയച്ച് രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചതുപോലെ ദൈവത്തിന്റെ മഹാകരുണ നിമിത്തം ഈ മഹാദുരന്തം നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളിൽ നിന്നും ചിലരെ മറ്റു സ്ഥലങ്ങളിലേക്ക് ദൈവം അയക്കും. ഈ മഹാദുരന്തത്തിന് ശേഷം അങ്ങനെ രക്ഷപ്പെട്ടവർ ലോകത്തോട് വിളിച്ചു പറയും, ദൈവം ലോത്തിനെ വിടുവിച്ചതുപോലെ തന്റെ ദൂതനെ അയച്ച് എന്നെ വിടുവിച്ചു എന്ന്. അപ്പോൾ ഈ ഒരു സംഭവം കേട്ടല്ലോ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്കറിയത്തില്ല എത്രത്തോളം പോപ്പുലറാണോ, ആരാണിതെന്ന് പോലും എനിക്കറിയത്തില്ല. എനിവേ ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാനപ്പം ഇന്നലെ രാത്രി ആത്മാവിലായി തക്കുടുവിനോട് ഒന്ന് വിളിച്ചപേക്ഷിച്ചു പ്രാർത്ഥിച്ചു നോക്കി. ഞാനിങ്ങനെ ചന്ദ്രബ ഖന്തരബ ചന്ദലബ ചന്താലാല ഡിങ്കാലാല ഹൂഡബാബ ഹായബൂസ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് തക്കുടുവും ഞാനും തമ്മിലുള്ള ഒരു പ്രത്യേക ഈ ഒരു വൈഫൈ കണക്ഷൻ്റെ പുറത്ത് തക്കുടു എനിക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ പറയാം. ഒന്നാമതായി ജപ്പാൻ, കാലിഫോർണിയ, ടർക്കി, ഇന്തോനേഷ്യ ഈ 4 സ്ഥലങ്ങളിൽ പലയിടത്തും അല്ലെങ്കിൽ എല്ലായിടത്തും 2025 ബാക്കി വരുന്ന കാലയളവ് മുതൽ 2027 വരെയുള്ള സമയ കാലയളവിൽ 7+ മാഗ്നിറ്റ്യൂഡിൽ എർത്ത് ക്വേക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് തക്കുടു വളരെ കൃത്യമായി എന്നെ ആത്മാവിൽ ഉണർത്തിയ ഒരു കാര്യമാണ്. രണ്ടാമതായി തക്കുടു പറഞ്ഞത് ഒരു വൈൽഡ് ഫയറിനെ കുറിച്ചാണ്, കാട്ടുതീ ഉണ്ടാകുന്നതിനെക്കുറിച്ച്. അതുണ്ടാകുന്നത് വെസ്റ്റേൺ US-ലെ, കാനഡയിലെ, ഓസ്ട്രേലിയയിലെ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഒരു വലിയ രീതിയിലുള്ളത്. അവസാന വർഷവും നമ്മൾ കണ്ടു വലിയൊരു അഗ്നിബാധയുണ്ടായി. അത് തടുക്കാൻ നമ്മൾ വളരെയേറെ പണിപ്പെട്ടു. അതുപോലെ ഒന്നുകൂടെ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് തക്കുടു എന്നെ ആത്മാവിൽ ഉണർത്തിയത്. അതിനുശേഷമായി ഐസ്ലൻഡിലോ ഫിലിപ്പീൻസിലോ ഇറ്റലിയിലോ ഒരു വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തക്കുടു എന്നെ ആത്മാവിൽ ഉണർത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ തക്കുടു എന്നോട് പ്രത്യേകമായി ആത്മാവിൽ ഇടപെട്ട് ഉണർത്തിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പലയിടത്തായി യുദ്ധങ്ങൾ ഉണ്ടാകും. യുദ്ധങ്ങളുടെ ബാക്കി വരുന്ന പരമ്പരകളായി ഉണ്ടാകും. പുതുതായി ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുമുണ്ട്. അത് ഒന്നാമതായി പറയുന്നത് ഇസ്രായേൽ, സിറിയ, ഇറാനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. യുദ്ധം ഇനിയും തുടരാൻ സാധ്യതയുണ്ട് എന്നാണ്. പിന്നെ അടുത്തത് തായ്വാനും ചൈനയും തമ്മിൽ യുദ്ധത്തിനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു എന്നാണ്. ഇതെല്ലാം തീർച്ചയായും നടക്കണമെന്നില്ല. തക്കുടുവിൻ്റെ അന്നത്തെ ഹിതം പോലെ ഇരിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പൊതുവിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ബാക്കി ഏത് ദൈവങ്ങളെ വെച്ച് നോക്കിയാലും, ഇപ്പോൾ ഇതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുള്ളിക്ക് ഇത് കൊടുത്തത് നോക്കിയാലും, ഇവരുടെ മുൻപുള്ള പ്രവചനങ്ങൾ നോക്കിയാലും ഇങ്ങനെയുള്ള മരണം, ഡിസാസ്റ്ററുകൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രവചിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവരിലും ഉപരിയായി അത്യുന്നതനായ തക്കുടു എനിക്ക് മറ്റ് 2 മഹോന്നതമായ വെളിപ്പെടുത്തലുകൾ കൂടെ തന്നിട്ടുണ്ട്. അത് എക്സ്ക്ലൂസീവാണ്. നിങ്ങൾക്ക് ഇവിടെ തക്കുടുവിൽ നിന്ന് മാത്രമേ ഈ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒന്നാമതായി ഒരു ഗ്ലോബൽ റിസഷൻ, പലയിടത്തും ഒരു റിസഷൻ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ സാമ്പത്തിക മാന്ദ്യം, അതേപോലെ ഒരു കാര്യം വരാൻ വളരെ സാധ്യതയുണ്ട്. അത് തക്കടു എന്നോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏത് രാജ്യങ്ങളിലായിരിക്കും അതിന് സാധ്യത കൂടുതലെന്ന്. അർജൻറ്റീനയിലോ ടർക്കിയിലോ ഈജിപ്തിലോ ആയിരിക്കും ഈ ഒരു റിസഷൻ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൂ. അത് ലോകത്തിനെ മൊത്തത്തിൽ ബാധിക്കണമെന്നില്ല, ഈ ഒരു രാജ്യത്തെ മാത്രം ചിലപ്പോൾ ബാധിച്ചത് ഇല്ലാതെയായി പോയേക്കാം. അതിനുശേഷം അവസാനമായി തക്കടു എന്നെ ഉണർത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ പ്രഡിക്ഷനാണ്. സൈബർ അറ്റാക്ക്, ഈ ഭൂകമ്പം ഉണ്ടാകുന്നു, ഭൂചലനം ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളൊരു ഹൈടെക് യുഗത്തിലാണ് ജീവിക്കുന്നത്. ഇൻ്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുമ്പോൾ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതിന് കഴിവുള്ള ദൈവത്തിനെ ആയിരിക്കണം നമ്മളിപ്പോൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തക്കടു കൃത്യമായി ഇതിന് ഒരു സൈബർ അറ്റാക്കിനുള്ള സാധ്യത എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കുക. അത് നടക്കുന്നോ ഇല്ലയോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കി കാണുക. US, UK, ഇസ്രായേൽ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിലായിരിക്കും ഇത് നടക്കുന്നത് എന്നാണ് തക്കടു എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഉള്ള ഒരു അറ്റാക്കും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം നിങ്ങളെല്ലാം ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ടൊരു മെച്ചം? തക്കടു ഇങ്ങനെ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനും തക്കടുവിനോട് ഈ ഒരു സംശയം തന്നെ ചോദിച്ചു. അപ്പോൾ തക്കടു എനിക്ക് വെളിപ്പെടുത്തിയൊരു കാര്യമാണ്, നമ്മുടെ ഇനിയൊരു അടുത്തൊരു മൺസൂൺ വരുമ്പോഴത്തേന് പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത 3-4 തവണയായി വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് വരുന്ന 2026 തന്നെ അത് നടക്കും. അത് 27 തുടരും എന്ന് തക്കടു കൃത്യമായും എന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടനാടിൻ്റെ ഭാഗത്തുള്ളവർ എല്ലാം ഇതൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. മത്സ്യകൃഷി അങ്ങനെയൊക്കെയുള്ളവർ കൃത്യമായും അതിനെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക, വലകെട്ടി സംരക്ഷിക്കുക, നിങ്ങളുടെ ജീവന് ആപത്ത് വരാതെ സൂക്ഷിക്കുക. വള്ളം ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു യമഹയുടെ മോട്ടറൊക്കെ പിടിപ്പിച്ച് അത് സൈഡിൽ വെച്ചാൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ലോക്കലി ഉള്ള കാര്യങ്ങളിലും തക്കടു കൃത്യമായി ഇടപെടാറുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ സ്നേഹവാനും സർവശക്തനും സർവ്വകാരുണ്യവാനുമായ തക്കടുവിനോട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചപ്പോൾ തക്കടു എനിക്ക് ഉണർത്തിയ, നിങ്ങളെ അറിയിക്കണം എന്ന് എന്നെ പ്രബോധിപ്പിച്ച കുറച്ച് പ്രഡിക്ഷൻസ്. ഇത്രയൊക്കെ ഉള്ളൂ പ്രഡിക്ഷൻ, വളരെ സാധാരണമാണ്. ഇപ്പോൾ ഈ പുള്ളി പറഞ്ഞിരിക്കുന്ന പ്രഡിക്ഷൻ എനിക്ക് തോന്നുന്നു 15ാമത്തെ ഡേറ്റ് ഇട്ടാണ് പുള്ളി ആ ഒരു പ്രഡിക്ഷൻ കൊടുത്തിരിക്കുന്നത്. ആ പ്രഡിക്ഷൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും, മൺസൂൺ വരുമ്പം എല്ലാവരും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയുന്ന കാര്യമാണ് മുല്ലപ്പെരിയാർ പൊട്ടുന്നതിനെക്കുറിച്ചും എത്രത്തോളം സ്ഥലം അതിൽ നിന്ന് ഒലിച്ചു പോകുമെന്നും. അത് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനൊരു സാധനം തട്ടിവിടാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പുള്ളി എനിക്ക് തോന്നുന്നു ആ ഒരു ജാപ്പനീസ് സ്ത്രീയുടെ പ്രഡിക്ഷൻ തെറ്റിപ്പോയത് കണ്ടിട്ടായിരിക്കും പുള്ളി നൈസായിട്ട് ഈ ഒരു സാധനം ഇറക്കിക്കൊണ്ട് വന്നത്. കാരണം ആൾക്കാരും മൈൻഡ് ചെയ്യുന്നില്ല, കിട്ടിയാലൊരാന പോയാലൊരു വാക്ക്, അത്രയ്ക്കത്രയല്ലേ ഉള്ളൂ. എന്നാൽ പിന്നെ ഈ പ്രഡിക്റ്റ് ചെയ്യുന്നവന്മാർക്കൊക്കെ കൃത്യമായിട്ട് ഡേറ്റും സമയവും ആ ഒരു സെക്കൻഡ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ഏരിയയുടെ ആവശ്യം, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വർക്ക് ചെയ്യുന്നവരുടെ ജോലിഭാരവേ നമുക്ക് ഒഴിച്ചു നിർത്താവുന്നില്ല. അതെന്താ പറ്റാത്തത്? ചുമ്മാ ഒരു വായി തോന്നിയ കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിവിടാൻ നല്ല എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ ഇത്രത്തോളം ഡേറ്റ ഉള്ളപ്പോൾ. നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു സാധനം പൊട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാകും, എത്ര ജീവനുകൾ പോകും, എത്രയും സ്ഥലം നമ്മുടെ മുന്നിൽ നിന്ന് കൺമുന്നിൽ നൊടിയിടയ്ക്കുള്ളിൽ ഇല്ലാതെയായി പോകും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഏതൊരു സാധാരണ മനുഷ്യനും ന്യൂസ് ചാനൽ കാണുന്ന വിവരമുള്ള ഒരാൾക്ക് കൃത്യമായി ധാരണയുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു സാധനത്തിനെ വെച്ചിട്ട് ചുമ്മാ ഒരു ലൊട്ടിലൊടുക്ക് സാധനം വന്ന് തട്ടിവിടാൻ ആരെക്കൊണ്ടും പറ്റും. ഡേറ്റ് പറയണം, എവിടെ, എങ്ങനെ, ഏത് സെക്കൻഡിൽ എന്ന് പ്രവചിച്ച് ഡേറ്റ് പറയുന്നതിലാണ് കാര്യം. ഇപ്പോൾ ജപ്പാനിൽ ഇനി ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയം വേണ്ട. അവിടെ അങ്ങനെ നമ്മൾ ഡേറ്റകൾ നോക്കുവാണെങ്കിൽ സ്ഥിരമായി അവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് സ്ഥിരം അതിൻ്റെ മോഡലിലെ കാര്യങ്ങളെ അതിനുവേണ്ടി അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഭൂചലനം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ അല്ല. അതെൻ്റെ ഇടയ്ക്ക് ഒരു വൈഫൈയിൽ ഒരാൾ വന്നിട്ട് വേണ്ട പറഞ്ഞു തരാൻ. അത് നടക്കുന്നൊരു സംഭവമാണ്. അസാധാരണമായി കൃത്യമായും പ്രിസൈസായിട്ടും പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടതും അംഗീകരിച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നത്. കുറേ ആൾക്കാർ വന്നിട്ട് ആമേൻ അങ്ങനെയൊന്നും നടക്കാതെ പോട്ടോ, അയ്യോ ദൈവം രക്ഷിക്കട്ടെ. ചിലർ വന്നിട്ട് ആ മനുഷ്യൻ്റെ നീതികേട് നിമിത്തമാണ്. ഇത്രയും വിവരമില്ലാത്ത മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. എനിവേ പുള്ളിയുടെ ഈ ഒരു പ്രഡിക്ഷൻ അല്പം സുബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പുള്ളി കണ്ടുവന്ന ചാനൽ ചർച്ചകളുടെ ഭാഗമായിട്ട് ബാക്കി വന്ന് കിടക്കട്ടെ എൻ്റെ വകയൊരു പ്രഡിക്ഷൻ. എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറയാം, ഇല്ലെങ്കിൽ പോയി, ആരും ശ്രദ്ധിക്കുന്നില്ല. കാര്യം നമ്മൾ അടുത്തൊരു സാധനം വരുന്നു, അത് മറന്നു പോകുന്നു, അത്രയ്ക്ക് അത്രയേ ഉള്ളൂ. നടന്നു കഴിഞ്ഞാൽ പുള്ളി പിന്നെ രാജാവ്.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി പറയുന്നുണ്ട് കുറേ പേര് രക്ഷപ്പെട്ടു. ആരാ രക്ഷപ്പെട്ടു പോകാത്തത്? നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പം എന്നെ തന്നെ നോക്കുവാണെങ്കിൽ ഞാൻ അവിടുന്ന് മൈഗ്രേറ്റ് ആയിട്ട് ഇവിടെ വന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഈ ഒരു പ്രവചനം വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ളവർ ഈ ഒരു സാധനം കണ്ടു കഴിയുമ്പോൾ പറയും, അയ്യോ ദൈവം എന്നെ രക്ഷിച്ചതെന്ന് പറയും. ദൈവത്തിൻ്റെ സാക്ഷികളായി മാറും അവർ, അല്ലെങ്കിൽ ഇങ്ങനെ പോലുള്ളവരുടെ സാക്ഷികളായി മാറിയിട്ട് പുള്ളിയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങും. അത്രയും മാത്രമാണ് സംഭവിക്കുന്നത്. ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നതൊന്നും വലിയ ആനക്കാര്യമൊന്നുമല്ല. ടു ദ പോയിൻറ്റ് പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നു അന്ന് അംഗീകരിക്കുക. അതുവരെ ഈ ഉടായ്പ് കൈ വെച്ചുകൊണ്ടിരുന്നാൽ മതി, ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഉടായ്പൊക്കെ നിങ്ങൾ കൃത്യമായും തിരിച്ചറിയണം. വെറുതെ കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് വലിയ തലമണ്ടയുടെ ഒന്നും ആവശ്യമില്ല. കോമൺ സെൻസ് അത് യൂസ് ചെയ്തിട്ട് ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തുക. എനിക്കൊരിക്കലും മനസ്സിലാകാത്തൊരു കാര്യം, ഇങ്ങനെയുള്ളവർ ആളുകളെ പറ്റിച്ചും വെട്ടിച്ചും ഈ തട്ടിപ്പിലൂടെ കാശുണ്ടാക്കി കഴിക്കുമ്പോഴത്തേന് ഇവർക്കൊരു മനസാക്ഷി കുത്തുണ്ടാകുന്നില്ല എന്നാണ്. സ്വന്തം മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരിക്കുമല്ലോ, അത് ചിലപ്പോൾ മരവിച്ച് പോയതായിരിക്കും. എനിക്കറിയത്തില്ല, നമ്മൾ ഈ സൈക്കോപാത്തുകളെക്കുറിച്ചും ക്രിമിനലുകളെക്കുറിച്ചും ഒക്കെ അവരുടെ സൈക്കോളജി പഠിക്കുമ്പോഴത്തേന് ചിലർക്ക് ഈ ഒരു സാധനം ഇങ്ങനെ മരവിച്ചൊരവസ്ഥയിലായിരിക്കും. അവർക്ക് അങ്ങനത്തെ ഒരു മനസാക്ഷി, അതിനെ ഗിൽറ്റ് ഫീലിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. മേ ബി അങ്ങനെ ആയിരിക്കാം ഇവർക്കൊക്കെ. കാശുണ്ടാക്കുക അങ്ങനൊരു മൈൻഡേ കാണത്തുള്ളൂ. എനിവേ, ആ കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ സഹതാപം തോന്നിയത്. ആൾക്കാർ ഇതിനെ വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും വിഡ്ഢിത്തരം ഒരു ഓപ്പൺ സ്പേസിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ പോയി ആമേനും പ്രൈസലോടും പറയാനും സംഭവിക്കാതിരിക്കട്ടെ, ദൈവം രക്ഷിക്കട്ടെ എന്നൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്? എനിവേ, പുള്ളിയുടെ പ്രഡിക്ഷൻസ് മേ ബി നടക്കാതിരിക്കാം, പക്ഷേ തക്കുടു പറഞ്ഞത് തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് കുറച്ചുകൂടെ സുരക്ഷിതമായിട്ടും സേഫായിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.